നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ മുഹമ്മദ് ജസീൽ, മലപ്പുറം ജില്ലാ ആരോഗ്യ സമിതി ആയുഷിൻ്റെ ആരോഗ്യ സമിതി അംഗമാണ്. ആദ്യമേ പറയാം, ഭയമല്ല പ്രതിരോധമാണ് നമ്മുടെ മാർഗം. ഭയത്തിൻ്റെ മാർഗങ്ങളിലൂടെ പല സഹോദരങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ ഭയത്തിലകപ്പെട്ട് കഴിയുന്ന വാർത്തകൾ, ഞാനൊരു മനഃശാസ്ത്ര മേഖല കൂടി കൈകാര്യം ചെയ്യുന്ന ആളാണ്. പല സുഹൃത്തുക്കളും പ്രായം ചെന്ന സഹോദരങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ വിഷയങ്ങളും ഉറക്കം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഭയപ്പെടാനല്ല ഓരോ വാർത്തകളും അറിയിക്കുന്നത്, പ്രതിരോധത്തിലൂടെ നമ്മൾ എങ്ങനെ ഇതിനെ നേരിടാം എന്നുള്ളതാണ്. ഭയം കൂടുന്തോറും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ വീക്കാവും. അതുകൊണ്ട് ഭയം മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക. എങ്ങനെ കൊറോണ വൈറസിനെ നേരിടാമെന്ന് നമ്മുടെ ആരോഗ്യ മന്ത്രാലയം വളരെ വിദഗ്ധമായിട്ട് അതിനെ സജ്ജരായിട്ടുള്ള മെഡിക്കൽ ടീം നമുക്കുണ്ട്. കൊറോണ ബാധിച്ച ആളുകളെ വളരെ നല്ല രീതിയിൽ സൗകര്യത്തോട് കൂടിയിട്ട്, നല്ല സംവിധാനങ്ങളോട് കൂടിയിട്ട് അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകി എല്ലാവരും വളരെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. സന്തോഷകരമായ വാർത്തകളാണ്. പക്ഷേ അത് എത്ര കാലം നിലനിൽക്കും എന്നുള്ള ഒരു ഭീതി ലോകമെമ്പാടുമുണ്ട്. തുടങ്ങിയിട്ട് കുറച്ച് ആഴ്ചകളും മാസങ്ങളുമായി ഇപ്പോഴും ഒരു പര്യവസാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതെങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ നമുക്കറിയാം, പ്രതിരോധ മാർഗങ്ങൾ എല്ലാവരും വിവിധ മാധ്യമങ്ങളിലൂടെ, വിവിധ സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തൊക്കെയാണെന്നുള്ളത് പ്രധാനമായിട്ടും കൈ കഴുകേണ്ടതും മാസ്ക് ധരിക്കേണ്ടതും തന്നെയാണ് ഇതിൻ്റെ പ്രതിരോധ മാർഗം. കൈ കഴുകേണ്ട വിധം പലരും അറിഞ്ഞിട്ടുമുണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴൊക്കെ കൈ കഴുകണം എന്നുള്ളത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എപ്പോഴൊക്കെ നമ്മൾ കൈ കഴുകണം എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുറത്ത് പോകുന്ന ആളുകളാണെങ്കിൽ പുറത്തുനിന്ന് വന്ന ഉടനെ കൈ കഴുകിയിട്ടേ വീട്ടിലുള്ള ആർക്കും കൈ കൊടുക്കാവൂ. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വീട്ടിലുള്ള ആരെങ്കിലും ഗസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നേരെ കൈ കൊടുക്കും. അവർ സംസാരത്തിൻ്റെ ഇടയിലൂടെ എന്തെങ്കിലും പഴങ്ങളോ മറ്റോ കൊടുത്ത് അവരത് കഴിക്കുകയും ചെയ്യും. അവർക്കത് പ്രയാസമുണ്ടാക്കും. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് തുടങ്ങാം. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കൈ കഴുകിയിട്ട് അവിടെ ഒരു സോപ്പ് സംവിധാനങ്ങൾ വെക്കുക. കൈ കഴുകിയിട്ട് വീട്ടിലേക്ക് കയറാൻ, അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണോ പോകുന്നത് അവിടുന്ന് കൈ കഴുകിയിട്ട് പോകാനുള്ള ഒരു, ആളുകളെടുത്ത് സമ്പർക്കമൊന്നും ഇല്ലെങ്കിൽ കാറിൽ കയറി പോവുകയാണെങ്കിൽ കൈ കഴുകിയിട്ട് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക. വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റുകളും മറ്റൊക്കെ ഉപയോഗിക്കുന്നതിന് ശേഷം കൈ കഴുകുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക. എത്ര പറ്റുന്ന അത്ര സമയങ്ങൾ കൈ കഴുകുക എന്നുള്ളത് തന്നെയാണ് രോഗ പ്രതിരോധത്തിന് ലോക ആരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന രീതി. അപ്പോൾ കൈ കഴുകലുകൾ കൂട്ടുക. എന്നാൽ കുറഞ്ഞ വെള്ളം അമിതമായിട്ട് പാഴാക്കി കളയാത്ത രീതിയിൽ ഒഴുകുന്ന വെള്ളം വേണം. അത് പൈപ്പ് തുറന്നിട്ടുള്ള വെള്ളത്തിലായിരിക്കണം കൈ കഴുകേണ്ടത്. കൈ കഴുകുന്ന രീതി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ അണുക്കൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ഭാഗങ്ങൾ കൈയിൻ്റെ മടക്കുകളും നഖത്തിൻ്റെ ഇടയിലുമൊക്കെയാണ് സാധാരണ അണുക്കൾ. ഇത് വൈറസിൻ്റെ ആ ഒരു വിഷയത്തിൽ വൈറസിന് വ്യത്യസ്തമുണ്ട്. ഞാൻ ജനറലി പറയുകയാണ്, കൈ കഴുകുമ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ വെള്ളം തിരിച്ചിട്ടുകൊണ്ട് കൈ കഴുകി എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യാറുണ്ട്. അപ്പോൾ ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഉള്ളം കൈയിൽ വലത്തെ കൈ കൊണ്ട് ഒരതാനും കൈയിൻ്റെ മടക്കുകളൊക്കെ കഴുകാനും സോപ്പിട്ട് കഴുകാനും പ്രത്യേകം നിങ്ങൾ ഉപദേശിക്കണം. അതുപോലെ തന്നെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് പള്ളികൾ, ആരാധനാലയങ്ങളിലുമൊക്കെ ഇതിനുള്ളൊരു സംവിധാനം ഓരോ ജനങ്ങളും അല്ലെങ്കിൽ കമ്മിറ്റി ആളുകൾ കൈ കഴുകുമ്പോൾ സോപ്പിട്ട് കഴുകാനുള്ളൊരു സംവിധാനം ആളുകൾക്ക് നിങ്ങൾ നൽകണം. നിർദ്ദേശങ്ങളും അവിടെ എഴുതി പതിപ്പിച്ചു വെക്കണം. നിങ്ങൾ കൈകൾ സോപ്പിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഔലിൽ മുക്കുക എന്നുള്ള രീതിയിൽ. ഔലുകൾ കഴിയുന്നത്ര ഇപ്പോൾ പല പള്ളികളിലും ഔലുകൾ ചുരുക്കി കൊടുന്ന് പൈപ്പുകൾ വെക്കുന്നുണ്ട്. ഞാൻ ഔലുകൾ ഇല്ലാത്ത പള്ളികളുടെ കാര്യങ്ങളാണ്, വെള്ളം കെട്ടി നിർത്താത്ത പള്ളികളുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും അതുപോലെയുള്ള മറ്റുള്ള മേഖലകളിലുമൊക്കെ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൈ കഴുകൽ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ മറ്റൊരാൾക്ക് കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അവരെ കൈ കഴുകാനും പ്രോത്സാഹിപ്പിക്കുക. പിന്നെ തൽക്കാലം നിങ്ങൾ കൈ ഇങ്ങനെ മുട്ടിയിട്ടോ വിഷ് ചെയ്യുന്നത് പല രീതിയിലാക്കിയിട്ട് നമുക്ക് അവരെ ആയിട്ടുള്ളൊരു സ്നേഹബന്ധം പുതുക്കാം. കാരണം ഇതിനെ സ്പ്രെഡിങ് തടയുവാൻ വേണ്ടിയിട്ടാണ് മാത്രം, അല്ലാതെ ഇതിനെ ഭയന്നിട്ടല്ല. ഈ രോഗാണുവിനെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ഈ അവസ്ഥകളെ ഭയന്നിട്ടോ അല്ലെങ്കിൽ വ്യക്തികളോടുള്ള അനിഷ്ടമോ ഒന്നുമല്ല നമ്മൾ കാണിക്കുന്നത്. ഈ പകർച്ചയെ നമുക്ക് തടയണം. ഇതിനൊരു അറുതി വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഈ കൈ കഴുകുക എന്നുള്ള ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്, ഇന്ന് പല കടകളിലും ചെന്നപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലൊക്കെ പല സുഹൃത്തുക്കളുടെയും കടയിലേക്ക് ചെന്നപ്പോൾ അവർ ഗ്ലൗസ് ഇട്ടിട്ടിരിക്കുന്നത് കണ്ടു. റബ്ബറിൻ്റെ ഗ്ലൗസ് ഇട്ടിട്ടിരിക്കുന്നത് കണ്ടു. എന്നിട്ട് ആളുകളായിട്ട് കൈകാര്യം ചെയ്യുന്നത് കണ്ടു. ഓരോരോ കടകളിൽ, പലചരക്ക് കടകളിലും മൊബൈൽ ഷോപ്പുകളിലൊക്കെ ചെന്നപ്പോൾ. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്ലൗസ് ഇട്ടാൽ പകരില്ല എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ല. നിങ്ങൾ ഗ്ലൗസ് ഊരിയിട്ട് കൈ കഴുകുന്ന സിസ്റ്റം തന്നെ ആക്കണം. കാരണം ഗ്ലൗസിൽ വൈറസ് തങ്ങി നിൽക്കും.
നിങ്ങൾ എന്നിട്ട് ഗ്ലൗസിൽ തങ്ങി നിൽക്കുന്നുണ്ട്, നിങ്ങൾ സുരക്ഷിതമാണ് നിങ്ങളെ കരങ്ങളെന്ന് വിശ്വസിച്ചിരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് ആർക്കും കണ്ണിലെന്തോ കരട് ചാടുന്നു. ആ കണ്ണിലെ കരട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് കളയുകയും ചെയ്യും. പക്ഷേ അതിലൂടെ വൈറസ് കണ്ണിലൂടെ കയറും. ഇനി മൂക്കിൽ നിന്ന് എന്തെങ്കിലും എടുക്കുമ്പോൾ അത് കളയും. അല്ലെങ്കിൽ നമ്മൾ വായിൽ എന്തെങ്കിലും കടിക്കുക അല്ലെങ്കിൽ മിഠായി എന്തെങ്കിലും എടുത്ത് കഴിക്കുക ചെയ്യുമ്പോൾ അത് നമ്മളെ ശരീരത്തിലേക്ക് പോകും. അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടുകൊണ്ടുള്ള ഒരു രീതി നിങ്ങൾ പ്രതിരോധം തീർത്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇരിക്കരുത്. ഗ്ലൗസ് ഉപയോഗിക്കണം എന്നില്ല, പകരം കൈ കഴുകുന്നത് തന്നെ നിർബന്ധമാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം മാസ്ക്. ഇന്നിപ്പോൾ ഏറ്റവും വലിയ വില കൂടുതലുള്ളതും കിട്ടാൻ പ്രയാസമുള്ളതുമാണ് മാസ്ക്. നമ്മുടെ നാടുകളിൽ അന്വേഷിച്ച് നടന്നാൽ മാസ്കും ഹാൻഡ് സാനിറ്റൈസേഷനൊന്നും സാനിറ്ററി മെഷർമെൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. സോപ്പുകൾ ലഭ്യമാണ്, പക്ഷേ മാസ്ക് ലഭിക്കാനില്ല എന്ന് പലരും പരാതി പറഞ്ഞു. എവിടെയാണ് മാസ്ക് കിട്ടുക, ഏതാണ് നല്ല മാസ്ക് എന്ന് പലരും അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരോട് പറയുകയാണ്, ഇനി മാസ്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൂവാല കൊണ്ട് മടക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് മൂക്കും വായയും അടക്കുന്ന രീതിയിൽ അത് മാസ്ക് കെട്ടിക്കൊണ്ട് പുറത്തേക്ക്, പ്രത്യേകിച്ച് ഇത് പകർച്ചവ്യാധികൾ വന്നിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്ത പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ചുമക്കുന്ന ആളുകൾ, ചുമ തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വഴിയിലൂടെ നടന്നു പോവുകയാണ് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ക്യൂ നിൽക്കുകയാണ്, പെട്ടെന്ന് ചുമക്കാൻ വന്നു, അപ്പോൾ നമ്മുടെ കയ്യിൽ തുവാല ഇല്ല, തുവാല ഉണ്ടെങ്കിൽ തുവാല വെച്ച് മറച്ചുകൊണ്ട് ചുമക്കണം. അതില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചുമക്കാൻ മറ്റൊരാൾക്ക് നമ്മുടെ വായിലൂടെ ഡ്രോപ്ലെറ്റ്സ് അവരെ വായിലേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ മടക്ക്, ഇതാണ് WHO നിർദ്ദേശിക്കുന്നത്, കൈ മടക്ക് ഇപ്രകാരം വെച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈകൾ കൊണ്ട് തന്നെ അതിനെ സ്വന്തം കരങ്ങൾ കൊണ്ട് തന്നെ പ്രതിരോധം തീർക്കാൻ എല്ലാവരും, തുവാല ഇല്ലാത്ത ആളുകൾ എനിക്ക് തുവാല ഇല്ല എന്നുള്ളൊരു ന്യായം പറയരുത്. സ്വന്തം കരങ്ങൾ ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കാൻ, മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടി ആരും, കാരണം വന്നവർ പലരും അറിയാത്തവരാണ്, അവർ രോഗമുണ്ട് എന്ന് പലവട്ടം പല രീതിയിൽ പരിശോധിച്ചിട്ടും, അതായത് അവരെ ലക്ഷണങ്ങളിലൂടെ നോക്കിയിട്ടൊന്നും മനസ്സിലാകാത്തവരടക്കം ഇന്ന് ഫലങ്ങൾ പോസിറ്റീവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ലക്ഷണങ്ങൾ കണ്ടാൽ, തലവേദന, ശ്വാസതടസ്സം, ചുമയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മറ്റൊരാൾക്ക് ഇത് വരരുത്, എന്ത് രോഗമാണെങ്കിലും അത് മറ്റൊരാൾക്ക് പ്രയാസമാകരുത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഇടയിലേക്ക് വേണം. അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നാടുകളിൽ പക്ഷിപ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ള എല്ലാ പ്രതിരോധ മാർഗത്തിൻ്റെയും കൂടെ പക്ഷികളെ വളർത്തുന്ന, അതായത് കോഴികൾ അല്ലെങ്കിൽ മാടുകളുമായിട്ട്, ആടും പോത്തും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ എപ്പോഴും കൈകൾ വൃത്തിയാവാൻ സൂക്ഷിക്കണം. പലരും ന്യൂനത വരുത്തുന്ന ഒരു കാര്യമാണ്. പശുവിൻ്റെ അടുത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ പേരക്കുട്ടി ഉണ്ടാവും, അപ്പോൾ ആ കുട്ടീനെ ലാളിക്കും. അപ്പോൾ ഇതിലൂടെ പെട്ടെന്ന് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് ആ വീട്ടിലേക്കും അതിലൂടെ നാട്ടിലേക്കും അത് പകരാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് പശുവിനെയും ആടിനെയും കോഴിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ കരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ കാണാം, പഴങ്ങൾ, ഓറഞ്ച് പോലുള്ള പഴങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് പച്ചക്ക് കഴിക്കുന്ന രീതികൾ ഒഴിവാക്കണം. അതുപോലെ നമ്മളൊരു സ്വിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ലിഫ്റ്റിൻ്റെ സ്വിച്ചൊക്കെ ആണെങ്കിൽ മറ്റൊരാൾ തൊട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വൈറസ് ബാധിതനായ ഒരാൾ തൊട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളതിൽ തൊടുമ്പോൾ നമ്മളെ കരങ്ങളിലേക്ക് വൈറസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ മുട്ടിൻ്റെ മടക്കൊണ്ട് സ്വിച്ച് നിൽക്കാം, അല്ലെങ്കിൽ ഒരു കമ്പ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒരു പെന്നൊക്കെ എടുത്ത് കുത്തിയിട്ടോ ഒക്കെ അതിൻ്റെ സ്വിച്ച് നിൽക്കാം. അത് പൊതുവായി ഉപയോഗിക്കുന്ന സ്വിച്ചുകൾ ജനങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ ATM-ലൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ ഒരു പ്രിക്കോഷൻസ് കൂടി എല്ലാവരും എടുക്കണം. ഇനി പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ കുടുംബസമേതം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഭാര്യ, ഭർത്താവ്, അവർ അമ്മ, അച്ഛനൊക്കെ മാസ്ക് ധരിക്കും. കുട്ടികൾക്ക് ഇട്ടുകൊടുത്താൽ അത് വളരെ പ്രയാസമാണ്. അവരത് ധരിക്കാൻ കൂട്ടാക്കൂല. കാരണം അവർ ഈ ഒരു വിഷയത്തെക്കുറിച്ചും കൊറോണയെക്കുറിച്ചൊന്നും അറിയാത്ത വലിയ സന്തോഷത്തിൻ്റെ നന്മയുടെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ പ്രയാസങ്ങൾ അറിയില്ല, ഇതിനെങ്ങനെ പ്രതിരോധിക്കണമെന്നറിയില്ല. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, കുട്ടികളുമായുള്ള യാത്രകൾ നിങ്ങൾ കുറക്കണം. ഏറ്റവും കൂടുതൽ അവരായിരിക്കും ഈ രോഗത്തെ സ്പ്രെഡ് ചെയ്യിക്കുവാൻ കാരണമാകുന്നത്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, നമുക്കറിയാം ഈ രോഗം എന്നല്ല, പല രോഗങ്ങളെയും ചെറിയ കുട്ടികൾ എങ്ങനെ സ്പ്രെഡ് ചെയ്യിക്കുന്നു എന്ന് വെച്ചാൽ, ഒരാളുടെ വായിൽ, രോഗാണു ഉള്ള ഒരാളുടെ വായിലേക്ക് ഈ കുട്ടി വിരലിട്ടാൽ നമ്മൾ ചെറിയ കുട്ടിയല്ലേ എന്ന് എഴുതിയിട്ട് ആ കുട്ടിയുടെ കരങ്ങൾ കടിക്കാറുണ്ട്. അവരോടുള്ള ഒരു സ്നേഹം കൂടുതൽ കൊണ്ട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കൽ ഈ കുട്ടിയെ മുത്തിയിട്ടും കുട്ടിയെ കടിച്ചിട്ടുമൊക്കെയാണ്. ഈ കുട്ടിയുടെ മേത്ത് ഒരുപാട് വൈറസുകൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊന്നും ചെയ്യേണ്ട എന്നല്ല. അപ്പോൾ കുട്ടികളെ ഈ എക്സ്പോഷറുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് കുറക്കണം എന്ന് കരുതി കുട്ടികളെ താലോലിക്കുന്നത് കുറക്കണമെന്നല്ല. കുട്ടികളെ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഇപ്പോൾ ഒരു പ്രഗ്നൻ്റായ പെണ്ണിനെ കൊണ്ടുപോകണം, 2 കുട്ടികൾ മൂത്തതുണ്ട്, 4 വയസ്സും 2 വയസ്സും, ആ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. കഴിയുന്നത്ര അവരാരെങ്കിലും ഏൽപ്പിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾ പ്രത്യേകം ഇത് നിങ്ങളുടെ ചിന്തയിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ചിന്തയിൽ ഉണ്ടാവണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും
നമ്മൾ സൂക്ഷിച്ച് പോരേണ്ടത് ഇത് തന്നെ ധാരാളമാണ്. പിന്നെ മറ്റുള്ള പ്രിവെൻറ്റീവുകൾ, ഇപ്പോൾ പകർച്ചവ്യാധികളുടെ ഒരു കാലം വരാൻ പോവുകയാണ്, ചൂട് കാലമാണ്. സ്വാഭാവികമായും വെള്ളം കുടിക്കുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ 100 ഡിഗ്രിയിൽ തിളപ്പിച്ച വെള്ളം കുടിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വ്യാപിക്കുവാൻ വേണ്ടി കാരണമാവും. പൊതുവേ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവാണ്, കാരണം നമ്മുടെ വ്യായാമം ഇല്ലായ്മ, നമ്മുടെ അനാരോഗ്യമായ ഭക്ഷണ രീതികൾ, ഉറക്കത്തിലുള്ള അപാകതകളൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. പഴയ ആളുകളെ അപേക്ഷിച്ച് നമ്മുടെ പ്രതിരോധ ശേഷി കുറവാണ്. അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് നല്ല സീസൺ അനുസരിച്ചുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുക. പച്ചക്കറികളിൽ കടുംപച്ച നിറത്തിലുള്ള കൈപ്പക്ക, കോവക്ക, വെണ്ടക്ക, മുരിങ്ങൻ്റെ ഇല പോലുള്ള കടുംപച്ച നിറത്തിലുള്ള അത് കൂടുതൽ കാൽഷ്യം ഉൽപ്പാദിപ്പിക്കുവാൻ കാരണമാവും. ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. കൂടെ ഞാനൊരു ഹോമിയോപ്പതി ചികിത്സകനാണ്. ഹോമിയോപ്പതി, ആയുർവേദം, യുനാനി മേഖലകളിൽ രോഗപ്രതിരോധ ശേഷി, ഒരു മനുഷ്യൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള മരുന്നുകൾ ലഭ്യമാണ്. അതെല്ലാം അംഗീകൃത ഡിസ്പെൻസറികളിലും ക്ലിനിക്കുകളിലും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അത് അനുയോജ്യമായി തോന്നുന്നെങ്കിൽ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കൂടെ ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ കാരണം മറ്റൊരാൾക്ക് വരാതിരിക്കാനും മറ്റൊരാളിൽ നിന്ന് നമ്മളേക്ക് വരാതിരിക്കുവാനും വേണ്ടിയിട്ടുള്ള പ്രതിരോധം തീർത്ത് ഈ ലോകത്തിൽ നിന്നും ഒന്നടങ്കം കൊറോണ വൈറസിനെ തുടച്ചു നീക്കാൻ ഒരുപാട് വൈറസുകൾ ഈ ലോകത്ത് മുമ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. കൂട്ടമായുള്ള പ്രതിരോധം തീർക്കുവാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി കക്ഷി മത രാഷ്ട്രീയ ഭേദമന്യേ അണിനിരക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. KH ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ഓൾസോ അറ്റ് പുത്തനത്താണി, കാടാമ്പുഴ.